അപ്പോൾ അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് തണുപ്പ് പിടിച്ചിട്ട് കൂട്ടെല്ലാം മാറിയിട്ടാണുള്ളത് കേട്ടാ. ചെറുങ്ങനെ കുറവുണ്ട്, ഞാൻ മരുന്നെല്ലാം കുടിക്കുന്നുണ്ട്. ഇവര് ഭയങ്കര പൊടിയാണ് കേട്ടോ ഫുള്ളായിട്ട്. മാസ്ക് ഇട്ട് പുറത്ത് ചെയ്യാം. അതെ, വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ഉള്ളിലേക്ക് കയറിയതാണ്. അതെ. അത് ഇത് വെച്ചാല് ഇന്നലെ നമ്മള് ഒരു ഇനാഗ്രേഷന് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട് വൃത്തിയാക്കുന്ന ഇതെല്ലാം അവർ പറഞ്ഞു. ഇന്നലെ നമ്മള് വീഡിയോ കാണിച്ചിരുന്നു ഇനാഗ്രേഷൻ ചെയ്യുന്നല്ലോ. അപ്പോൾ നമ്മളെ വീട് നമ്മളിപ്പോ നമുക്ക് എന്താ പറയാ, അതെ, ഇപ്പൊ നമുക്ക് വാവയിലായ പിന്നെ ഓനെ നോക്കുന്ന ആ ഒരു തിരക്കിൽ അങ്ങനെ വൃത്തിയായിട്ടൊന്നും വീടൊന്നും വൃത്തിയാക്കാൻ കഴിയും. പണ്ട് വീടായ സമയത്ത് പറഞ്ഞാല് ഞാന് എല്ലാ ആഴ്ചക്കും ഒരു ദിവസം ഞാൻ മാത്രമല്ല, എൻ്റെ ചങ്ങായിമാരെ കുറേ ആളുണ്ട് കേട്ടോ, ബിജു ആയാലും വിജയ്, നമ്മളെല്ലാവരും ആഴ്ചക്ക് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഇവർ പറയുന്ന കേട്ടിട്ട് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് എൻ്റെ കട്ട അങ്ങനത്തെ വീടല്ലേ, കട്ടപ്പുര അങ്ങനത്തെ വീടാണ്. അപ്പൊ അതങ്ങനെ എപ്പോൾ മണ്ണാമല നമുക്ക് മേലേക്ക് ഓടല്ലേ, അങ്ങനെ നമുക്ക് കളയാനൊന്നും കഴിയില്ല. പക്ഷെ ഇതിങ്ങനെ വീടായതിനു ശേഷം ഇവരെല്ലാം ചെയ്യുന്നിട്ട് ഞാൻ ചെയ്യല്. എല്ലാ ആഴ്ചക്കും ഒരു ദിവസം ഈ വീട് അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഒരു ദിവസം മണ്ണാമ്പലിയും ബാത്റൂമും, രാവിലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മണ്ണാമ്പലിയും അതുപോലെ തന്നെ ബാത്റൂം എല്ലാം നമ്മൾ ക്ലീൻ ആക്കും. അങ്ങനെ അമ്മയല്ലേ ഉള്ളൂ, അങ്ങനെ ചെയ്തോണ്ടായി. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ പറഞ്ഞാൽ പിന്നെ രാവിലെ എണീച്ചിട്ട് ബസ്സിൽ, എന്നിട്ട് ഞാൻ ബസ്സിലായി, കല്യാണത്തിന് അടുപ്പിച്ചിട്ട് ബസ്സിലായി. പിന്നെ എനിക്ക് ഡ്യൂട്ടി പിന്നെ രാവിലെ പോവും, വൈകി രാത്രി ആകുമ്പോ വരും. അപ്പൊ വാവേനെ പോലും എടുക്കാനും നോക്കാനൊന്നും വിചാരിക്കുന്ന സമയം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഇടക്കിടക്ക് എല്ലാം വൃത്തിയാക്കാൻ വിചാരിച്ച് സഹായിക്കും. ഇടക്കിടക്ക് വണ്ണാമലയെല്ലാം കളഞ്ഞിട്ട്. താങ്ക് യു. അല്ലെങ്കിൽ ഞാനിപ്പോ ഇല്ല, ഞാൻ വൃത്തിയാക്കലിട്ട് വരുന്നുണ്ടെങ്കിൽ സമ്മതിച്ചു തരില്ല കേട്ടോ, അതുകൊണ്ട് നന്നായി. അപ്പൊ ഇപ്പൊ പിന്നെ വിജുവേട്ടന് അത് പൊടിയൊന്നും വിജുവേട്ടന് ഇപ്പം പറ്റുന്നില്ല. ഭയങ്കര അലർജിന്റെ പ്രശ്നമുണ്ട് നമുക്ക്, വെലിവിന്റെ. അത് ഋത്തിക്കിനുണ്ട് അതുപോലെ തന്നെ. അതെ. അപ്പൊ ഇന്നലെ നമ്മൾ അവിടെ ഇനാഗ്രേഷൻ ആയ സമയത്ത് ഇങ്ങനെ വീട് വൃത്തിയാക്കുന്ന പറഞ്ഞുതരാം. നമ്മള് വിചാരിച്ച് പിന്നെ നമ്മള് വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിച്ചാല് ഇപ്പൊ പറഞ്ഞല്ലോ കുഞ്ഞിനെ കൊണ്ടൊന്നും അങ്ങനെ ആക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും കവിയാട്ടാ, കവി ഇപ്പൊ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു മാസം മുന്നേ നമ്മള് വീട് വൃത്തിയാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ എല്ലാ ആഴ്ചക്കും ഇത് തുടച്ച് നമ്മളെ ഈ അത് കാണിച്ചു തരാം, ആ സെൻട്രലിലെ സാധനങ്ങളെല്ലാം അതൊന്നും അങ്ങനെ തുടച്ചാലും കണ്ണ് കാണാത്ത ചെറിയ ചെറിയ പൊടികളെല്ലാം ഉണ്ടാവല്ല. അപ്പൊ ഇവര് പിന്നെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുന്ന പറഞ്ഞാൽ പിന്നെ അതെ, നമുക്ക് ഏറ്റവും വലിയ സംശയം എന്താ പറയാ, ഇവര് ഈ വൃത്തിയാക്കുമ്പോ എല്ലായിടത്തും ഭാര്യ വിളിച്ചിടുവോ, ഏതെല്ലാം സ്ഥലത്ത് അവര് വൃത്തിയാക്കുവോ, അതുപോലെ വെക്കോ. പക്ഷെ ഞാൻ കുറച്ച് സമയം ഏട്ടാ പണി തുടങ്ങിയിട്ട് ഇവര് വന്നോടെ ഞാൻ നോക്കുമ്പോഴേ ഇവര് നമ്മൾ കാണാത്ത പല സ്ഥലങ്ങളിലും അവർ വൃത്തിയാക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കാത്ത. ഞാൻ കുറെ സ്ഥലം കാണിച്ചു തരാട്ടാ.